നമസ്കാരം. ആര്യ രാജേന്ദ്രൻ, മുൻ തിരുവനന്തപുരം മേയർ. അവർ മേയറായിരിക്കുന്ന കാലത്ത് 2 അന്താരാഷ്ട്ര അവാർഡുകൾ അവർക്ക് നേടിയതായി വലിയ പരസ്യം ചെയ്തിരുന്നു. ദൃശ്യമാധ്യമങ്ങളല്ല, മുഖ്യധാരാ മാപ്രകളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയൊക്കെ അത് വലിയ ആഘോഷമാക്കിയിരുന്നു. ഒന്ന് ഒരു UN ഷാങ്ഹായ് അവാർഡായിരുന്നു, ചൈനയുടെ സെറ്റപ്പ്. മറ്റൊന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് നൽകിയ അവാർഡ് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലും മാത്രമല്ല, ആ നഗരമധ്യത്തിലൊക്കെ ഇവരുടെ ഫ്ലെക്സുകൾ അവർ നിറയെ വെച്ചിരുന്നു, ഈ അവാർഡുകളുടെ പേരും പറഞ്ഞുകൊണ്ട് തന്നെ. അതിൽ ആദ്യത്തെ അവാർഡിനെ പറ്റി, ആ അവാർഡ് പ്രഖ്യാപിച്ച അന്ന് തന്നെ ഞാൻ അതിൻ്റെ യാഥാർത്ഥ്യം വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അറിയാത്തവരോടായിട്ട് ഒന്നുകൂടെ ചുരുക്കി പറയാം. ലോകത്ത് 196ഓളം രാജ്യങ്ങളുണ്ട് ഈ UN-ൽ അംഗത്വമെടുത്ത. എന്നാൽ ഈ അവാർഡിനായിട്ട് ആകെ പങ്കെടുത്തത് 26 രാജ്യങ്ങൾ മാത്രമാണ്. അതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നുമില്ല. അമേരിക്കയില്ല, യൂറോപ്പില്ല, എന്തിന് ഈ അറബ് രാജ്യങ്ങൾ പോലുമില്ല. ഇന്ത്യയിൽ നിന്ന് ആകെ അപേക്ഷിച്ചത് തിരുവനന്തപുരം മാത്രമാണ്. ചൈനയുണ്ട്, സ്വാഭാവികമായിട്ടും ചൈനയായിരുന്നു ഇതിൻ്റെ പിന്നിൽ. ഇത് ഈജിപ്തിൽ വെച്ചാണ് ഈ അവാർഡ് ദാനം, അവാർഡ് അവർ കൊടുത്തത്. ആകെ 26 രാജ്യങ്ങൾ മാത്രം പങ്കെടുത്തതിൽ ഇവിടുത്തെ മികച്ച നഗരങ്ങൾ വേറെ ഉണ്ടായിട്ടും അവരാരും ഈ അവാർഡിന് അപേക്ഷിച്ച് പോലുമില്ല. ആകെ ഇന്ത്യയിൽ നിന്ന് അപേക്ഷിച്ചത് തിരുവനന്തപുരമാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തിന് കിട്ടുകയും ചെയ്തു. ഒരു ഉടായ്പ അവാർഡായിരുന്നു എന്ന് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ബ്രിട്ടീഷ് അവാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ, അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് കൊടുത്ത അവാർഡ് എന്ന തരത്തിലാണ് അവർ പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിനോട് ചേർന്ന് വലിയൊരു ഹാളുണ്ട്. അത് അവിടെയുള്ള അംഗീകരിച്ച സംഘടനയ്ക്കും മറ്റുമൊക്കെ അവർക്ക് വാടകയ്ക്ക് കിട്ടും. അതായത് പണം കൊടുത്താൽ മതി, വാടകയ്ക്ക് കിട്ടും. ആ ഹാളിൽ വെച്ച് അവിടെയുള്ള ഒരു മലയാളി സംഘടന വിളിച്ചു കൊടുത്ത ഒരു അവാർഡാണ് ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അവാർഡാണ് എന്ന് പറഞ്ഞ് തള്ളിമറിച്ചത്. ഇത് രണ്ടും ഉടായ്പ അവാർഡായിരുന്നു. പക്ഷേ ഇത് രണ്ടും അന്താരാഷ്ട്ര അവാർഡാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പ്രചരിപ്പിച്ചത്. അതിൻ്റെ കാരണം, കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങൾ നല്ലത് ചെയ്തു, വികസനം കൊണ്ടുവന്നു, അങ്ങനെ ചെയ്തു, വൃത്തിയാക്കി എന്നൊന്നും പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കത്തില്ല, ഇതിൻ്റെ കമ്മികൾ പോലും വിശ്വസിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യും? സായിപ്പ് കൊടുത്ത അവാർഡ്, വിദേശ രാജ്യം കൊടുത്ത അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും, ഓ ശരിയാ, സംഭവം എന്തോ സംഭവമാണ്, അല്ലെങ്കിൽ അത് കിട്ടിയില്ലല്ലോ. UN അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ ഓ യുണൈറ്റഡ് നേഷൻ കൊടുത്തതായിരിക്കും. പക്ഷേ സത്യം എന്താണ് എന്ന് ഇവരാരും അന്വേഷിക്കാൻ പോവില്ല. ബ്രിട്ടീഷ് പാർലമെൻറ്റ് കൊടുത്ത അവാർഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവർ വിചാരിക്കും ശരിയാണെന്ന്. ഇതേ തന്ത്രം തന്നെയാണ് നമുക്കറിയാമല്ലോ, ഈ നിപ്പയൊക്കെ വന്ന സമയത്ത് അതിനുശേഷം അമേരിക്കയിൽ പോയി ഒരു പിഞ്ഞാണം അവാർഡ് വാങ്ങുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതും ഇതുപോലെ തന്നെ, അവിടുത്തെ സർക്കാർ അറിഞ്ഞൊന്നുമല്ല, ഏതോ ഒരു സംഘടന കൊടുത്ത ഒരു അവാർഡായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള മലയാളികൾ, പ്രബുദ്ധ മലയാളികൾ, ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ. മലയാളികൾ കരുതുന്നത് സായിപ്പ് കൊടുത്ത അവാർഡ്, അപ്പോൾ എന്തോ കാര്യമുണ്ട് കേട്ടോ. നമുക്ക് ഈ സായിപ്പ് പറയുന്നതാണല്ലോ വേദവാക്യം. നമ്മുടെ ഇവിടുത്തെ അംബാനിയോട് പലർക്കും ഭയങ്കര ശത്രുതയും മറ്റുമൊക്കെയാണ്, അദാനിയോടുമൊക്കെ. അപ്പോൾ അദാനിക്കെതിരെ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ ഒരു കടലാസ സംഘടന, അമേരിക്കയിലെ സംഘടന, എന്തൊക്കെ കോലാഹലങ്ങളാണ് ഇവിടെ ഒപ്പിച്ചത്. അപ്പോഴും ഇവിടെ ചിലർക്ക് വിശ്വാസം, ഓ ഹിൻഡൻബർഗിനെയാണ് വിശ്വാസം. അവസാനം ആ ഹിൻഡൻബർഗ് പൂട്ടിക്കെട്ടി പോകേണ്ട വന്നു, അദാനിക്കൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. ഇനി കാര്യത്തിലേക്ക് വരാം. 2 UN അവാർഡുകൾ വാങ്ങി എന്ന് ഇടതുപക്ഷം തന്നെ തള്ളിമറിച്ച, മികച്ച മേയറാണ് എന്ന് അവർ തന്നെ പറഞ്ഞു നടന്ന മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെ പിന്നീട് അവർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, പ്രചരണ രംഗത്ത് പോലും ഇറക്കിയില്ല. അന്ന് അതിനെപ്പറ്റി ചോദ്യം ഉണ്ടായപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്, ആര്യയെ അതിലും വലിയ പദവി കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് സീറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റില്ല എന്നത് മാത്രമല്ല, ഒരു പഞ്ചായത്തിൽ പോലും മത്സരിപ്പിച്ചില്ല. അപ്പോൾ ഇവർ തന്നെ പാടി പുകഴ്ത്തി കൊണ്ടു കടന്ന ഈ അവാർഡൊക്കെ ഉടായിപ്പായിരുന്നു എന്ന് ഇനി വേറെ അന്വേഷണത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം ഇവർ പാടി പുകഴ്ത്തിക്കൊണ്ട് കടന്ന ഈ അവാർഡുകളൊക്കെ ലഭിച്ച ഒരു വ്യക്തിയെ മത്സരിപ്പിക്കാതിരിക്കാൻ എന്ത് ന്യായീകരണമാണ് ഇവർക്കുള്ളത്? അപ്പോൾ അവർ തന്നെ പണം കൊടുത്ത് സംഘടിപ്പിച്ച ചില സംഗതികളായിരുന്നു ഇതെന്ന് മനസ്സിലാക്കണം. പക്ഷേ അത് വാങ്ങാൻ വേണ്ടി കോർപ്പറേഷൻ്റെ പണം ഉപയോഗിച്ചാണ് ഈജിപ്തിലും പോയത്, അതേപോലെ തന്നെ ലണ്ടനിലും പോയത്. നമ്മുടെ പണം ഉപയോഗിച്ചിട്ടാണ് പോയത് എന്ന് ഓർക്കുക. ഇതെല്ലാം ഉടായിപ്പ് തട്ടിപ്പിന് വേണ്ടിയിട്ടായിരുന്നു എന്നിപ്പോൾ 100% ഉറപ്പായിരിക്കുകയാണ്. അല്ലായിരുന്നുവെങ്കിൽ, ഈ പറയുന്ന പോലെ ഈ അവാർഡിനൊക്കെ എന്തെങ്കിലും മൂല്യം ഉണ്ടായിരുന്നുവെങ്കിൽ 2 അന്താരാഷ്ട്ര അവാർഡ് വാങ്ങിയ ഒരാളെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുക. ഇനിയിപ്പോൾ സ്വന്തം ഭർത്താവ് തന്നെ മത്സരിക്കുന്നുണ്ട്. പക്ഷേ അതിനുപോലും പ്രചരണത്തിനിറങ്ങും ഈ ആര്യ രാജേന്ദ്രൻ എന്ന് തോന്നുന്നില്ല. കാരണം അത്രമേൽ ജനങ്ങളിൽ നിന്ന് ജനങ്ങളെ കാണിക്കാതെ ഇവർ പൊതിഞ്ഞു പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. കാരണം അത്രമേൽ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് തിരുവനന്തപുരത്ത് അവർ ഉണ്ടാക്കിയത്. അതുകൊണ്ട് മാത്രം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ധാരാളമുണ്ട്. അതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെയാണ് 2 ഉടായ്പ് അവാർഡുകൾ വാങ്ങിയെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വെള്ളപൂശി വലിയ പബ്ലിസിറ്റി കൊടുക്കാൻ ശ്രമിച്ചത്. കമ്മികൾ ചെയ്യുന്ന, അല്ലെങ്കിൽ കമ്മികൾക്ക് കിട്ടി എന്ന് പറയപ്പെടുന്ന സകല അവാർഡിന് പിന്നിലും ഇത്തരം ഉടായ്പകൾ തന്നെയാണ്.